എന്തൊക്കെ ആഘോഷങ്ങൾ. ഞങ്ങൾക്ക് എന്നും ആഘോഷല്ലേ. നിങ്ങൾ ഇവിടെ എങ്ങനെ മാറിയെന്നാലോ? വാ ഇവിടെ നിക്ക്. വാ. ഒന്ന് പൗഡർ ഞാനും കൂടി പറ്റിയില്ല. ഓ താനിപ്പോ പൗഡർ ഇട്ടാലെന്ത് ഇട്ടില്ലെന്ത്? ഇവർക്ക് മധുരം കൊടുക്കണ്ടേ? ഇപ്പൊ ആര്യയുടെ പഠിത്തം കണ്ടിട്ട് റാങ്ക് കിട്ടുമെന്ന് കരുതിയിരുന്നോ? ഇവള് ശരിക്കും ആളൊരു മടിച്ചിയാ. പക്ഷെ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ഗ്രാസ്പ് ചെയ്യും. ഞങ്ങളൊക്കെ 2 ആഴ്ച കൊണ്ട് പഠിക്കുന്നത് കക്ഷി 2 ദിവസം കൊണ്ട് തീർക്കും. ഓക്കെ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് ആര്യ. താങ്ക് യു. ബൈ. മധുരം. താങ്ക് യു. ദാദാ ഹലോ. അല്ല ഒരു സെക്കൻഡ്. അതെ അതെ കഴിക്കും. ഹലോ. അതെ. ഉണ്ട്. സെക്കൻഡ് റാങ്ക് ഉണ്ട്. ഓ അതൊന്നും വേണ്ട, സാരമില്ല. സന്തോഷം, ഞാൻ പറഞ്ഞോളാം. നീ കഴിഞ്ഞ വർഷം 1-2 ദിവസം ഒരു എൻട്രൻസ് കോച്ചിങ്ങിന് പോയില്ലേ? അവരാ. നീ അവിടെ പഠിച്ചതായിട്ട് നാളത്തെ പത്രത്തിലൊന്ന് ഇട്ടോട്ടെ എന്ന്. ഇവന്മാരുടെയൊക്കെ ഒരു കാര്യം. എല്ലാരും ഊണ് കഴിച്ചിട്ടേ പോകാവൂ. പായസം ഉണ്ടോ അങ്കിൾ? പിന്നെ പായസം ഉണ്ടോന്ന്. നല്ല കാര്യം. അമ്മ വിളിക്കും മോളു. ഇപ്പൊ ഡ്യൂട്ടിയിലായിരിക്കും, അതുകൊണ്ടാ. മോളെ പിടിച്ചല്ലേ ചെല്ലേ. നമ്മളെയൊക്കെ ടിവിയിൽ കാണിക്കൂ. പിന്നെ ആര്യയുടെ കൂടെ 12ാം ക്ലാസ്സിൽ പഠിച്ച കുട്ടിയാന്ന് പറഞ്ഞ് തന്നെ കാണിക്കും. ചോറ് വിളമ്പ്. എവിടെ രണ്ടുപേരും വേഗം റെഡി ആയിക്കേ. ഷോപ്പിങ്ങും കോഫി ഷോപ്പ് കഴിഞ്ഞ് ചെല്ലുമ്പോ സിനിമ പകുതിയാവും. പറഞ്ഞേക്കാം. വരുന്നു ആര്യമോളെ, നീ എവിടെയാ? തുണിയൊന്നും എടുത്തോട്ട് ഇപ്പൊ വരാം. എവിടെയാ വെച്ചത്? എന്റെ മോളെ, ഇവിടെ ഒരാള് അമ്മ വിളിച്ചില്ലാന്ന് പറഞ്ഞ് മുഖം മുറിപ്പിച്ചോണ്ടിരിക്കുകയായിരുന്നു. മോളെ, അത് പിന്നെ പറയാനുണ്ടോ? ഫോട്ടോ എടുപ്പും വീഡിയോക്കാരും ചാനലും. മോളെ, അമ്മയാ? ആണോ? നീ ഡ്യൂട്ടിയിലായിരുന്നല്ലേ? ഞാൻ അവളോട് പറഞ്ഞു. മോളെ സൂക്ഷിച്ചേ. ഇവിടെ പറഞ്ഞതാ. മോളെ, തല വല്ല മുട്ടിയോ? മോളിന്ന് വീണു. ഇവിടുന്ന് മോളിന്ന് വീണു. മോളെ, അയ്യോ എന്താ പറ്റി? അയ്യോ എന്താ പറ്റി മോളെ? നോക്ക്. ഞാൻ ഒരു വണ്ടി വിളിക്കാം. നീ നോക്ക്. എഴുന്നേപ്പിക്കേ. പോരാ. ഭാസ്കര, അയ്യോ ഭാസ്കര. വരുന്നു. മോളൊന്ന് വീണു, ബോധം പോയി. ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഒന്ന് നിൽക്കുക, ഞാൻ ഇപ്പൊ വരാം.
എന്തത്? ജാഥയാന്ന് തോന്നുന്നു. ഏ? എന്താ ചെയ്യാ? ഫോട്ടോ എടുക്കാനും പറ്റത്തില്ലല്ലോ. മുഴുവൻ ബ്ലോക്കാ. ഞാൻ ഒന്ന് നോക്കിട്ട് വരാം. ശരി. എന്താ വണ്ടിയല്ല ഇങ്ങനെ? അവിടെ എന്തോ പ്രകടനം നടക്കാതാ. അതെ, വണ്ടി ഒന്ന് ഒതുക്കാൻ പറ്റുമോ? സീരിയസ് ആയിട്ട് ഒരു പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാ. ഒന്ന് ഒതുക്കാവോ നോക്ക് ഡേവിസ്. ചേച്ചി എന്തേ പറയുന്നത്? മുഴുവൻ ബ്ലോക്കല്ലേ? ഒന്ന് പോയി നോക്ക്. ഇവന്മാരുടെ ഈ ജാഥ കഴിയാതെ ഒറ്റ വണ്ടിയും കിടത്തിവിടില്ല. സിഗ്നലിൽ ട്രാഫിക് പോലീസ് ഉണ്ടാവും. നമുക്ക് അവരോട് പറയാം. നേരം കളയണ്ട, സാറ് വരും. ഭാസ്കര, വണ്ടിക്കൽ ഉണ്ടാവണേ. ഞാൻ പോരാ. പേഷ്യന്റിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാ. സീരിയസ് ആയിട്ടുള്ള പേഷ്യന്റാ. ഇല്ല സാർ, പോയിക്കൊണ്ടിരിക്കുകയാണ് സാർ. ഇല്ല, പ്രശ്നങ്ങളൊന്നുമില്ല. വണ്ടി അവിടെ കിടക്കുക. അവിടെയാ. സാബു 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 സാർ എന്താ സാർ? ഇവരുടെ വണ്ടിയിൽ ഒരു എമർജൻസി കേസ് ഉണ്ട്. അവരെ വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കും. ഒന്ന് പോയി നോക്ക്. ശരി സാർ. മതി സാർ. ഒന്ന് മാറി അങ്ങോട്ട്. മോളുടെ ശരീരം ആകെ തണുക്കുന്നത് പോലെ തോന്നുന്നു. കുഴപ്പമൊന്നുമില്ല. നമുക്കിപ്പോ തന്നെ പോവാം. സാർ, എന്താ സാർ, ഈ സമയത്തല്ലേ ഞങ്ങളെ സഹായിക്കേണ്ടത് സാർ? എങ്ങനെയെങ്കിലും നിങ്ങളൊക്കെ എന്താണ് അങ്ങോട്ട് പോയെ? സാറെങ്ങനെയെങ്കിലും വണ്ടി കടത്തി വിടാൻ നോക്കും. ഇവന്മാരിൽ ലാത്തി ചാർജ് ചെയ്ത് ഓടിക്കും സാർ. എന്നിട്ട് വണ്ടി കടത്തി വിടാൻ നോക്കും. എടോ, താൻ അവിടെ ഗ്യാപ്പ് ഉണ്ടോ നോക്കി. ശരി, ഈ വണ്ടി അങ്ങോട്ട് നിൽക്കേ. ഈ വണ്ടി കുറച്ച് മുമ്പോട്ട് എടുത്തേ. സാറേ ഇങ്ങോട്ട് പോട്ടെ. എന്തെങ്കിലും വഴിയുണ്ടോ നോക്കട്ടെ. വണ്ടി കുറച്ചൊന്നും മാറ്റാൻ ഒരു വഴിയില്ലല്ലേ? ഒരു രക്ഷയില്ല സാറേ. ഇത് കുറച്ചും കൊണ്ട് മാറ്റാൻ പറ്റുമോ? എങ്ങോട്ട് മാറ്റാനാ ചേട്ടാ? കുറച്ച് അവിടെ നിന്ന് മാറ്റാൻ പറ്റുമോ? സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ. ഇനിയിപ്പോ എന്താ ചെയ്യാ? മോള് സീരിയസ് ആയിട്ട് കാറിൽ കിടക്കുക. സാർ അവന്മാരോട് തന്നെ പറയാം ഒന്ന് മാറിത്തരാൻ. ഒന്ന് മാറണേ. ഇല്ല സാർ. സാർ, എന്റെ മോളുടെ കണ്ടീഷൻ വളരെ മോശമാണ്. അവളെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം സാർ. ഞാനൊരാളെ അങ്ങോട്ട് വിട്ടിരുന്നു. അതുകൊണ്ട് കാര്യമില്ല. ഇവരോട് അതുകൊണ്ടിരിക്കുകയാണ് സാർ. എല്ലാം കൺട്രോളാണ് സാർ. നിങ്ങളങ്ങോട്ട് മാറി നിൽക്കൂ സാർ. ഇവരോട് പറഞ്ഞാൽ ഒരു മിനിറ്റ് സാർ. ഒന്ന് കുറച്ചൊന്നും മാറാൻ പറയുക. എന്താ പ്രശ്നം? ഒരു പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഒന്ന് മാറുക. അവിടെ നിൽക്കാം. വാ, വണ്ടി വാ.